Hello, good day. Now, plus 1 max exam. Now, കുട്ടികൾ എന്റെ ചോദിച്ചാണ് സാർ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് നേരത്തെ ഇടോ അപ്പോൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു മോഡൽ ഞാൻ തരയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നാളെ റിപ്പീറ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആദ്യമേ പറയട്ടെ പ്രഡിക്ഷൻ ആണ് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമില്ല മോസ്റ്റ് പ്രോബബ്ലി ഇതിലെ ക്വസ്റ്റ്യൻസ് തന്നെ നാളെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ ഓൾറെഡി ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഗ്യാരണ്ടിയാണ് പിന്നെ ഇതിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ തുടക്കത്തിലേ പറയട്ടെ Food perpendicular and image എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിലെ കോൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ തൊട്ട് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വീഡിയോ കാണും അതിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തു ഞാൻ അത് ഒഴിവാക്കിയതാണ് കാരണം അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ഒഴിവാക്കിയതാണ് പക്ഷേ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചോണം ട്രിഗണോമെട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പക്ഷേ അതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതും ഡിസ്ക്രിപ്ഷനിൽ കാണും ഈ രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടോണം കേട്ടോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതേപോലെ ലിമിറ്റ്സിൻ്റെ ഗ്രാഫ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് അതും ഇന്നിട്ട വീഡിയോസ് എല്ലാം നിങ്ങൾ കാണണം അതിൽ ഒന്ന് രണ്ട് ടൈറ്റ് ക്വസ്റ്റ്യൻസിനെ ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് മെയിൻ എക്സാമിന് വരും അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് വേണം ഈ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാൻ കാരണം ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ പഠിക്കണം ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നാളെ രാവിലെ എഴുന്നേറ്റ് പഠിക്കണം കാരണം നിങ്ങളെല്ലാം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ച് ഉറപ്പുണ്ട് നിങ്ങൾ പഠിച്ചത് നാളെ വരുമോ അല്ലെങ്കിൽ മീൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആണേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം ഇതിൽ നിങ്ങളെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് ടെക്സ്റ്റിലെ മിസ്ലീനിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പിന്നെ വെളിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഇട്ടിട്ടുള്ളത് നമ്പരൊന്നുമില്ല നിങ്ങളത് ക്വസ്റ്റ്യൻ നമ്പരൊന്നും എടുത്തില്ല ക്വസ്റ്റ്യൻ ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പോയതാണ് ടൈപ്പ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഓക്കെ അപ്പം വേറെ ഒന്നുമില്ല ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സെറ്റിലെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചെയ്യും സെക്കൻഡ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഇഫ് A and B are two sets such that എന്താണ് A is a subset of B then A intersection B A എന്ന് പറഞ്ഞാൽ ബിയുടെ സബ്സെറ്റാ എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന വലിയ സെറ്റ് ഇതാണ് B എന്ന് പറഞ്ഞ സെറ്റ് ഇതിൻ്റെ അകത്താണ് A ഇരിക്കുന്നത് അപ്പം A ഇന്റർസെക്ഷൻ B എയും ബിയും ആയിട്ടുള്ള ഇന്റർസെക്ഷൻ തന്നെ ആര് തന്നെയാണ് കോൺ പോർഷൻ ആര് തന്നെയാണ് A തന്നെയാണ് അപ്പോൾ ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണ് കാരണം ബി എന്ന് പറഞ്ഞ വലിയ സെറ്റ് എ എന്ന് പറയുന്ന ചെറിയ സെറ്റ് ആയതുകൊണ്ട് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആയതുകൊണ്ട് എ ഇൻട്രസ്റ്റ് ബി ആര് തന്നെയാണ് എ തന്നെയാണ് ചിലതിൻ്റെയൊക്കെ ആൻസേഴ്സിനെ ഡിസ്കസ് ചെയ്ത് പോവാം പിന്നെ നമ്പർ ഓഫ് അടുത്ത ക്വസ്റ്റൻ ഇതൊരു ക്വസ്റ്റൻ ആണ് ഇത് അടുത്ത ക്വസ്റ്റൻ നമ്പർ ഇല്ല നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോണേ ഇഫ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഇസ് 63 ദെൻ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ദി സെറ്റ് ഇസ് നമുക്കറിയാം പ്രോപ്പർ സബ്സെറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല 2n-1 ആണ് പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം 63 എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ 2n ആരാണ് 64 നമുക്കറിയാം 2 4 8 11 32 64 2/6 ആണ് 64 സോ n is equal to 6 ക്ലിയർ അപ്പോൾ പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ഫോർമുല 2n-1 ആണ് ക്ലിയർ ഇതാ ഈ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ ഞാൻ ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചിലതിൻ്റെ ആൻസേഴ്സും കൂടെ ഇട്ടിട്ടുണ്ട് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് P and Q are two sets such that എന്താണ് n of p തന്നിട്ടുണ്ട് n of p എത്രയാ 12 ആണ് അടുത്ത് n of q minus p 7 ആണ് then which among the following is the value of n of p union q okay n of p union q ആരെന്നാണ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഒന്നുമില്ല കുട്ടികളെ നിങ്ങളിത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വെൻ ഡയഗ്രാം അങ്ങ് പെട്ടെന്ന് വരയ്ക്കുക പെട്ടെന്ന് കിട്ടും കേട്ടോ ഇതാണ് p ഇതാണ് q ഓക്കെ അതിൽ പറഞ്ഞത് പിക്കകത്ത് 12 എലമെന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് p യൂണിയൻ q അല്ലേ നിങ്ങൾക്ക് വേണ്ടത് വേറൊരു q മൈനസ് പി കുട്ടികളെ ഇത്രയും പോർഷനാണ് q ഓക്കെ അതിൽ നിന്ന് p മൈനസ് ചെയ്ത് ഇത്രയും പോർഷനാണ് ഇത്രയും പോർഷനാണ് 7 മനസ്സിലായോ p 12 q മൈനസ് പി ക്യൂവിൽ നിന്ന് p പോയാൽ ബാക്കിയുള്ള പോർഷൻ ആരാ 7 അപ്പോൾ p യൂണിയൻ q പിയുടെ യൂണിയൻ കൂടെ ടോട്ടൽ എത്ര ഇത് 12 ഇത് 7 അപ്പോൾ p യൂണിയൻ q എത്ര 19 ക്ലിയർ അല്ലേ മനസ്സിലായല്ലോ ഇതാണ് q മൈനസ് പി ഇത് പി അപ്പോൾ പിയും ഇതും കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ പി യൂണിയൻ ക്യൂ കിട്ടുന്നത് ടോട്ടൽ എത്രയാണ് 19 ആൻസർ എത്രയാണ് 19 തൊടുത്താഴ് ഞാൻ സൊല്യൂഷൻ തന്നിട്ടുണ്ട് ജസ്റ്റ് ആ സൊല്യൂഷൻ എന്നേ ഉള്ളൂ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കാം ഓക്കെ നെക്സ്റ്റ് ഈ വർഷത്തെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആയിട്ട് ഞാൻ തരാൻ പോകുന്നത് ഈ റെഡ് കളറിൽ എഴുതിയിരിക്കുന്ന ക്വസ്റ്റൻ അതുകൊണ്ടാണ് റെഡ് കളറിൽ എഴുതിയിരിക്കുന്നത് പ്രൊവൈഡഡ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആണ് ലെറ്റ് f is equal to 1 1 2 3 ഇങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട് ബി എ ലീനിയർ ഫംഗ്ഷൻ എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത് ഏത് ഫംഗ്ഷൻ ആണ് ലീനിയർ ഫംഗ്ഷൻ ഫ്രം z to z ഇൻറ്റിജറിൽ നിന്നും ഇൻറ്റിജറിലോട്ടാണെങ്കിൽ ഫൈൻഡ് f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത് കുട്ടികളെ ഞാൻ പറഞ്ഞുതരാം ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f of x എന്ന് പറഞ്ഞാൽ ലീനിയർ ആണെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനിലെ ലീനിയർ ഫംഗ്ഷൻ പഠിച്ചുകൊണ്ട് y = mx + c ഇതാണ് ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ
ഇത് അറിഞ്ഞിരിക്കുക. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു mx പ്ലസ് സി, അല്ലെങ്കിൽ y ഈക്വൽ ടു a പ്ലസ് ബി എക്സ് എന്നും എഴുതാം. നിങ്ങൾ mx പ്ലസ് സി എന്ന് എഴുതിയാൽ ഇതാണ് ഏതെന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഇതാണ് ഒരു ലീനിയർ ഫംഗ്ഷൻ. ഈ y ആണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? mx പ്ലസ് സി. നിങ്ങൾ സിംപ്ലി y ഇട്ട് പഠിച്ചാൽ y ഈക്വൽ ടു mx പ്ലസ് സി. y കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ. നമുക്ക് y കണ്ടുപിടിക്കാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ആദ്യം ഇതിലെ വാല്യൂസ് ഇഷ്ടമുള്ള രണ്ട് വാല്യൂ എടുക്കാം. ഞാൻ എന്താ 0 മൈനസ് 1 1 1 എടുത്തു എളുപ്പത്തിന് വേണ്ടി. ആദ്യം ഞാൻ 1 1 എടുത്തു. 1 1 വാല്യൂസ് ഈ പോയിന്റ് ഇട്ട് കൊടുക്കുക. വൈക്ക് പോരെ 1 എക്സിന് പോരെ 1 കൊടുക്കുക. വൈക്ക് പോരെ 1 ഇസ് ഈക്വൽ ടു എക്സിന് പോരെ 1 എം ഇൻറ്റു 1 എം പ്ലസ് സി ഒരു ഇക്വേഷൻ കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ ഈ വാല്യൂ എടുത്തു 0 മൈനസ് 1 എടുത്തു. 0 മൈനസ് 1 കൂടെ ഇതിനെ ഈ ഇക്വേഷൻ കൊണ്ടുകൊടുക്കുമ്പോൾ എക്സിന് വരെ 0 വൈക്ക് വരെ -1 കൊടുത്താൽ -1 ഈക്വൽ ടു എക്സിന് വരെ 0 കൊടുത്താൽ എം ഇൻറ്റു 0 0. സോ 0 പ്ലസ് സി എന്ന് കിട്ടും. അപ്പോൾ സിയുടെ വാല്യൂ എന്തെന്ന് കിട്ടി? -1 എന്ന് കിട്ടി. ക്ലിയർ എന്ന് പറഞ്ഞാൽ 0 മൈനസ് 1 കൊണ്ട് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പോൾ അവിടെ നിന്ന് എനിക്ക് ആരുടെ വാല്യൂ കിട്ടി? സിയുടെ വാല്യൂ കിട്ടി. ക്ലിയർ ആണേ? -1. അപ്പോൾ ആദ്യത്തെ ഒരു ഇക്വേഷൻ ഉണ്ട്, സിയുടെ വാല്യൂ ഓൾറെഡി കിട്ടി. കിട്ടിയ സിയുടെ വാല്യൂ കൊണ്ട് ഈ ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് കിട്ടൂടാ? 1 പ്ലസ് 1 ഈക്വൽ ടു എം, സിയുടെ വാല്യൂ -1 ഈ -1 ഇപ്പുറത്ത് വന്നാൽ എം ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ എമ്മിൻ്റെ വാല്യൂയും സിയുടെ വാല്യൂ ഉണ്ട്. ഫംഗ്ഷൻ ആരാ? mx പ്ലസ് സി അല്ലേ? അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? mx. എം എന്ന് പറഞ്ഞാൽ എത്രന്ന് കിട്ടി? 2x പ്ലസ് സി എത്ര? -1. സോ നമ്മളെ ലീനിയർ ഫംഗ്ഷൻ 2x -1 ആണ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. y ഈക്വൽ ടു mx പ്ലസ് സി എന്ന് പറഞ്ഞ് എടുക്കുക. എൻ്റെ ഇതിൽ ഇഷ്ടമുള്ള രണ്ട് പോയിന്റ്സ് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൊടുക്കുക. കൊടുത്ത് രണ്ട് ഇക്വേഷൻ കിട്ടും. എന്നിട്ട് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ക പഠിച്ചോളുക. നെക്സ്റ്റ് ഗ്രാഫ് ഫംഗ്ഷൻ ഉണ്ട്. ഗ്രാഫ് വരയ്ക്കാൻ പ്രൊവൈഡഡ് ചോദിക്കും. ഉറപ്പ് ക്വസ്റ്റൻ, ഷുവർ ക്വസ്റ്റൻ ആണ്. അടുത്ത വേറൊരു ക്വസ്റ്റൻ എന്താ കണ്ടല്ലോ? ഈ ക്വസ്റ്റനും ഈ വർഷം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആണ്. കാരണം ഈ ക്വസ്റ്റൻ ഇതാണ്. ദ റിലേഷൻ എഫ് ഇസ് ഡിഫൈൻഡ് ബൈ എഫ് തന്നിട്ടുണ്ട്. ഓക്കെ, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അതിൽ റിലേഷൻ എഫ് ഇസ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് എഫ് ഇസ് എ ഫംഗ്ഷൻ ആൻഡ് ജി ഇസ് നോട്ട് എ ഫംഗ്ഷൻ. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് കാണിക്കാനും ജി എന്ന് പറയുന്നത് ഫംഗ്ഷൻ അല്ല എന്ന് കാണിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ കുട്ടികളെ. ഇതിൽ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ ആണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ല നമ്മൾ പ്രൂവ് ചെയ്യണം. വേറെ ഒന്നുമില്ല. കാരണം എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇങ്ങനെയാണ്: എക്സ് സ്ക്വയർ 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3, 3x 3 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ 10. ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 3x 2 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ 10. രണ്ടിനെ ഗ്രാഫ് വരച്ച് നോക്കാം. അതിനേക്കാൾ ഏറ്റവും ഈസി നിങ്ങളോട് നോക്കടാ. 0 മുതൽ 3 വരെ ഉള്ളപ്പം എക്സ് സ്ക്വയർ എടുക്കുക. 3 മുതൽ 10 വരെ ഉള്ളപ്പം 3x എടുക്കുക. അപ്പം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, അയ്യോ ഇവിടെയും 3 ഉണ്ട് ഇവിടെയും 3 ഉണ്ട്. അപ്പം എക്സിന് 3 കൊടുത്താലോ? 3 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ കൊടുത്താലും എഫ് ഓഫ് എക്സിന് കിട്ടുന്ന വാല്യൂ ആരാ? 9. ഈ ഇക്വേഷൻ കൊടുത്താലും 9 തന്നെ കിട്ടും. അപ്പോൾ എക്സിന് 3 എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ 9 എന്ന് പറഞ്ഞ വാല്യൂ മാത്രമേ കിട്ടുന്നുള്ളൂ. അതേസമയം ഇവിടെ നിങ്ങൾ ഈ ഫംഗ്ഷൻ ഇവിടെയും ഈക്വൽ ടു 2 ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈക്വൽ ടു ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സിന് 2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഫംഗ്ഷൻ വിളിച്ചാൽ 4 എന്നും കിട്ടും, ഈ ഫംഗ്ഷൻ വിളിച്ചാൽ 6 എന്നും കിട്ടും. എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് പ്രകാരം നിങ്ങൾ എക്സിന് 2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്താൽ എക്സ് സ്ക്വയർ എക്സിക്യൂട്ട് ചെയ്ത് 4 എന്ന് പറഞ്ഞ വാല്യൂ എഫ് ഓഫ് എക്സിന് കിട്ടും. അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 2 കൊടുത്താൽ നിങ്ങൾക്ക് 6 എന്ന് കിട്ടും. അപ്പം ഒരേ വാല്യൂ കൊടുക്കുമ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഇമേജ് വന്നു. ഇത് ഫംഗ്ഷൻ അല്ല. നമുക്ക് എക്സ് വാല്യൂ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തല്ല അത് ഫംഗ്ഷൻ അല്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രണ്ട് സമയത്തും 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ സെയിം വാല്യൂ വരുള്ളൂ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനിലും എന്താണ്? ഒരാൾക്ക് 2 ഇമേജ് വരത്തില്ല. ഇതിൽ ഒരാൾക്ക് 2 ഇമേജ് വന്നു. ഫോർ എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞ ആൾക്ക് ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ 4ഉം ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ 6ഉം വന്നു. അങ്ങനെ വരാൻ പാടില്ല. എക്സ് വാല്യൂ ഇവിടെ റിപ്പീറ്റ് ചെയ്തു. സോ എന്തല്ല? ജി ഓഫ് എക്സ് ഫംഗ്ഷൻ അല്ല. ഞാൻ കുറച്ച് ആൻസേഴ്സും കൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇനി ആൻസേഴ്സ് വേണ്ട എന്നുള്ള കുട്ടികളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അത് പഠിച്ചോളുക. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഇത് പഠിച്ചോളുക. 100% എക്സാമിന് ചോദിക്കും. പിന്നെ ഇത് മാച്ച് ദ ഫോളോയിങ് റിലേഷൻ ഫംഗ്ഷനിലെ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക, ചോദിക്കും. അതേപോലെ സെഗ്നം ഫംഗ്ഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കും. ഈ ഗ്രാഫ് പഠിച്ചു വെച്ചോ. എക്സാമിന് ഷുവറായിട്ട് ഈ ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കുന്ന ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻ ഇന്നലെ പഠിപ്പിച്ചു, അത് വെച്ച് ഇത് ചെയ്യുക. നെക്സ്റ്റ് ഈ ഗ്രാഫും ഈ ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഗ്രാഫ് തന്നിട്ട് ഡൊമൈൻ റേഞ്ചും കണ്ടുപിടിക്കാൻ വേണ്ടി റിലേഷൻ ഫംഗ്ഷനിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം.
പിന്നെ ഇതിന്റെ ഡൊമൈൻ റേഞ്ച് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആണ്. റിലേഷൻ ഫംഗ്ഷനിലെ ഗ്രാഫ് റേഞ്ച് എല്ലാം ഷുവർ ആണ്. പിന്നെ കോംപ്ലക്സ് നമ്പർ ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻ ഒന്നിട്ടുണ്ട് ചെയ്ത് നോക്കുക. A+IB ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ തന്നെ വരും. പിന്നെ 1-2 ഞാൻ മിസ്ലേനിയസിലെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്, ഒന്ന് വർക്കൗട്ട് ചെയ്യും. ഈ 3 മോഡൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും, കാരണം മോഡലിലും ഒരു മിസ്ലേനിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ്, വർക്കൗട്ട് ചെയ്ത് നോക്കുക. കോംപ്ലക്സ് നമ്പർ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് A+IB ഫോം. ഓർമ്മയിലിരിക്കട്ടെ, കോംപ്ലക്സ് നമ്പറിന്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ഏതാണ്? A+IB ഫോം ആണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ റെഡ്യൂസ് ടു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ അത് A+IB ഫോം ആണ്. പിന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ കോംപ്ലക്സ് നമ്പറിൽ ചോദിക്കാം, അത് ഈസിയാണ്. ട്രിഗണോമെട്രിയിൽ ഈ വർഷം ഒരു ആംഗിൾ ബേസ് ആയിട്ടുള്ള ആർക്ക് ലെങ്ത് തീറ്റ ആ ബേസ് ഒരു പ്രോബ്ലം കിട്ടാം, പിന്നെ ഒരു പ്രോബ്ലവും പിന്നെ ആംഗിളിന്റെ ഒരു ക്വസ്റ്റ്യനും പിന്നെ ക്വാഡ്രന്റിന്റെ ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. ആൻഡ് പ്രൂവ് ദാറ്റ് ഈ വർഷം ചിലപ്പോൾ ട്രിഗണോമെട്രി ചില ഫോർമുലാസ് പ്രൂവ് ചെയ്യാൻ പറയാം. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യനും ആൻസറും ആയിട്ട് തന്നിട്ടുണ്ട്. tan x + y = tan x + tan y / 1 - tan x tan y എങ്ങനെ പ്രൂവ് ചെയ്യും? ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ടെക്സ്റ്റിലെ ആൻസർ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ 1-2 ഫോർമുലാസ് ചിലപ്പം പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കാം. അതുകൊണ്ട് ഞാൻ ഒരു 3 ഫോർമുല സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. ദെൻ നിങ്ങൾ ടെക്സ്റ്റിന്റെ അകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഒന്ന് പ്രൂവ് ദാറ്റ് പഠിച്ചിട്ട് പോവുക. പ്രൊവൈഡഡ് ഞാൻ ട്രിഗണോമെട്രി വീഡിയോ കൂടെ ഇട്ടിട്ടുണ്ട്, അതും കൂടെ പഠിക്കണം. അതിലും ഇതിലുമുള്ള ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും പ്രൂവ് ദാറ്റ്. ഓക്കെ, പിന്നെ ട്രിഗണോമെട്രിയിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 4-5 ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് വർക്കൗട്ട് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ്, ലീനിയർ ഇനീക്വാളിറ്റിയിൽ സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യന് പ്രാധാന്യമുണ്ട്, അത് ചോദിക്കാൻ വരാൻ സാധ്യതയുണ്ട്. നോക്കുക, ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് പഠിച്ചോളുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളെ പെർമുട്ടേഷൻ കോമ്പിനേഷനിൽ കാർഡ്സിന്റെ ഒരു ക്വസ്റ്റ്യനും പിന്നെ അറേഞ്ച്മെന്റ് ഒരു ക്വസ്റ്റ്യനും പിന്നെ NCR NPRന്റെ ഒക്കെ വാല്യൂ വെച്ചുള്ള ഒരു ക്വസ്റ്റ്യനും കാണാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചോളുക. ഓക്കെ, പിന്നെ ബൈനോമിയൽ തിയറി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ലാർജർ, ചിലപ്പോൾ ഈ വർഷം ചോദിക്കാൻ സാധ്യത ഉണ്ട്, നോക്കി വെച്ചോ, ചെയ്തോളുക. ഓക്കെ, ബൈനോമിയൽ തിയറി ക്വസ്റ്റ്യൻ പിന്നെ GPയിൽ സീക്വൻസിലെ ടെക്സ്റ്റിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻസ് എന്താ, ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തു നോക്കുക. പിന്നെ നിങ്ങൾ സ്ട്രൈറ്റ് ലൈൻ ഞാൻ എന്താണ് പ്രീവിയസ് ഇയറും ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനും ആഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രൈറ്റ് ലൈനിലാണ് ഇമേജും ഫുൾ പെർപെൻഡിക്കുലറും പഠിക്കുക. പിന്നെ സ്ട്രൈറ്റ് ലൈൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൽ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യുക. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് എ ലൈൻ മേക്ക് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് y ആക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വരും, y ആക്സിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ ടോട്ടൽ എടുക്കുന്നത് x ആക്സിന് എടുക്കുന്നത് 120. അതിട്ട് വേണം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി. അത് ശ്രദ്ധിച്ചോളുക, ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പഠിച്ചോളുക. ദെൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഞാൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു തരാണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈസിയാണ്, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഫോർ വിച്ച് ദ ലൈൻ, ഒരു ലൈൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിലെ കെയുടെ വേലി കണ്ടുപിടിക്കണം. 3 കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഒന്ന് പാരലൽ ടു x ആക്സിസ്, നിങ്ങൾ ചുമ്മാ ഒരു XY ആക്സിസ് വരച്ചിട്ട് ഒരു ലൈൻ x ആക്സിന് പാരലൽ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താണ് ചെക്ക് ചെയ്യുക. കുട്ടികളെ, ഒരു ലൈൻ x ആക്സിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, x ആക്സിന് പാരലൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കി 50 എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൂടെ വരയ്ക്കുന്ന ലൈൻ x ആക്സിന് പാരലൽ. ഒരാൾ x ആക്സിന് പാരലൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ x കോർഡിനേറ്റ് 0 എന്ന മീനിങ്. സിമിലർലി ഒരു ലൈൻ y ആക്സിന് പാരലൽ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 30 എന്നായിരിക്കും. y ആക്സിന് പാരലൽ എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് 0 എന്നാ മീനിങ്. അപ്പോൾ പാരലൽ ടു x ആക്സ് എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റ് 0 എന്നാ, പാരലൽ ടു y ആക്സ് എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് 0 എന്നാ. പാസിംഗ് ത്രൂ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എക്സും വൈയും എന്ത് തന്നെയാണ് 0 0. ഇതാണ് നമ്മളെ കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ വേണം പഠിക്കുക. അപ്പൊ പാരലൽ ടു x ആക്സ് ആണ് കെയുടെ വാല്യൂ, പാരലൽ ടു x ആക്സ് ആണ് കണ്ടീഷൻ എന്താണ്, എക്സിന്റെ വാല്യൂ 0. അപ്പൊ ഇതിന്റെ അകത്ത് എക്സിന് എന്ത് കൊടുക്കാം, നിങ്ങൾ 0 കൊടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, കെയുടെ വാല്യൂ കിട്ടും. സെക്കൻഡ് എന്താണ്, പാരലൽ ടു y ആക്സിസ്. y ആക്സിന് പാരലൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, yക്ക് 0 കൊടുക്കുക. yക്ക് 0 കൊടുത്ത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കിട്ടും. അടുത്ത പാസിംഗ് ത്രൂ ഒറിജിൻ, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ, ഇതിലെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ x ആക്സിന് പാരലൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇവിടുത്തെ x കോർഡിനേറ്റ് 0 ചെയ്തു തരാം, ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, x ആക്സിന് പാരലൽ ടു x ആക്സ് ആണ്, x കോർഡിനേറ്റ് 0. ഇവിടെ ഉള്ള x കോർഡിനേറ്റ് ആരാണ്, ഇതാ. x കോർഡിനേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആരാ, k-3 0 ആയിരിക്കും ആ x കോർഡിനേറ്റ്. അപ്പൊ എന്താണ്, k = 3. ഇതാണ് പാരലൽ ടു x ആക്സ്. അടുത്ത പാരലൽ ടു y ആക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ y യുടെ കോഎഫിഷ്യന്റ് 0 ആയിരിക്കും. അപ്പൊ ആരാ, 4 - k² 0 ആയിരിക്കും. അപ്പൊ 4 = k², k = +or -2. അടുത്ത് പാസിംഗ് ത്രൂ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
എക്സും വൈയും കോർഡിനേറ്റ്സ് എക്സും വൈയും എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പൊ എക്സും വൈ എന്ന് പറഞ്ഞാൽ ഈ കോർഡിനേറ്റ്സും ഈ കോർഡിനേറ്റും എന്തായിരിക്കും 0, രണ്ടും 0, എക്സും 0 ആയിരിക്കും വൈയും 0 ആയിരിക്കും. അപ്പൊ അതിന് ഇക്വേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക അവിടെ എക്സിന്. അപ്പൊ ഇതില് നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 മീൻസ് എക്സിന് 0 കൊടുക്കുക വൈക്ക് 0 കൊടുക്കുക. അപ്പൊ ഈ രണ്ട് ടേം 0 ആയപ്പോ ബാക്കി ആര് വരും, k² - 7k + 6 = 0. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുക, അപ്പം കെയുടെ വാല്യൂ കിട്ടും. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നോക്കി വെക്കുക കേട്ടോ കുട്ടികളെ, ചോദിച്ചാൽ ചോദിക്കാം. ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, മിസ്ലേനിയസ് ക്വസ്റ്റ്യൻ കേട്ടോ. സോ നെക്സ്റ്റ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്താ നമ്മൾ കോണിക് സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഹൈപ്പർബോള എലിപ്സിന്റെ എല്ലാത്തിനും ഓരോ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ഇത് പഠിച്ചോളുക, ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുക. ഹൈപ്പർബോള ഒന്ന് നോക്കിയിട്ട് പോട്ടോ. എക്സാം ടഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഹൈപ്പർബോളയോ സർക്കിളോ ചോദിക്കും. ഈസി ആക്കണമെന്നുണ്ടെങ്കിൽ പരാബോളയോ എലിപ്സ് ചോദിക്കും. നാളെ രാവിലെ എഴുതിച്ചിരുന്നു ഈ ഓരോ ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്താൽ ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞു നിങ്ങൾക്ക് എക്സാമിൻ്റെ അന്ന് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടേ പോകും എക്സാമിന് കേട്ടോ. കാരണം ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നതിൽ ഒരു നഷ്ടമില്ല. ഇതല്ലാതെ വേറെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് പോവുക. പിന്നെ നമ്മൾ എന്താണ് 3 ഡയമെൻഷൻ ജോമെട്രിയിലെ കുറച്ച് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പഠിച്ചോളൂ കേട്ടോ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ നമ്മൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുള്ള പ്രോബ്ലംസ് എക്സാമിന് വരും, ഉറപ്പായിട്ട് വരും. അത് ചെയ്തോളുക. പിന്നെ ലിമിറ്റ്സ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ, ഞാൻ പിന്നെ ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിലെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഞാൻ അത് ഇതിൽ ആഡ് ചെയ്തില്ല. ഓക്കെ, ഞാൻ ഇതിൽ ആഡ് ചെയ്യാത്ത മനഃപൂർവ്വമാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടേ പോകുക. കാരണം കെയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എയുടെയും ബിയുടെ റിലേഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, f(x) = എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ തരാം. അത് നിങ്ങൾക്ക് ചോദിക്കുക. അത് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ത് വേണോ ചോദിക്കുക. അല്ലെ കൺഫേം ക്വസ്റ്റ്യനെ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഡെറിവേറ്റീവ് എടുക്കാൻ പഠിക്കുക, ലിമിറ്റ് എടുക്കാൻ പഠിക്കുക. അതിൽ ഏത് ക്വസ്റ്റ്യൻ വേണോ നിങ്ങൾക്ക് ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിൽ ചോദിക്കാം. അപ്പം ഞാൻ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ഇന്നലെ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിന്റെ ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. ഇല്ലാത്ത കുട്ടികൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തു. അതിൽ ക്വസ്റ്റ്യൻ ഞാൻ ലിമിറ്റ്സിന്റെ ക്വസ്റ്റ്യൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഡെറിവേറ്റീവിലെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കെയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ വീഡിയോ വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും മേ ബി വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. പഠിച്ചോളുക. അത് പ്രഡിക്ഷൻ ആണ്, എയുടെയും ബിയുടെയും വാല്യൂ ആയിരിക്കും ചോദിക്കുന്നത്. അതിനെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിലുണ്ട്. ഓക്കെ, നമ്മളെ ചാനലിൽ ആ വീഡിയോ ഉണ്ട്, ഞാൻ വിത്ത് ആൻസറോടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ഓൾ ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻ ടേക്കൺ ഫ്രം അരിത്തമെറ്റിക് മീൻ 0, ആൻസർ 0. പിന്നെ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും പഠിക്കുക, മീഡിയനും പഠിക്കുക, പിന്നെ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും, ഈ 3 പഠിച്ചോളുക കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാം, അതിന്റെ ആൻസറും കൂടെ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ നമ്മളെ സീക്വൻസ് ആൻഡ് സീരീസിലെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, സീക്വൻസ് സീരീസ് ഓൾറെഡി പോയി. സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞു, നോക്കുക. ഞാൻ 2-3 ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അതിൻ്റെ കൂടെ തന്നെ മീൻ ഡീവിയേഷനും കൂടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ടോ, അബൌട്ട് മീഡിയൻ്റെ കൂടെ മീനും കൂടെ ചെയ്തോ. ഓക്കെ, ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയനും കണ്ടുപിടിക്കുക, മീനും കണ്ടുപിടിക്കുക. എക്സാമിന് ചോദിക്കും, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. പിന്നെ പ്രോബബിലിറ്റിയിൽ ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്കോസ്റ്റീവ് ദെൻ P of A + P of B, ആൻസർ 1 ആണ്. പഠിച്ചോളുക. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്യുക. ഇഫ് E and F ആർ ഈവൻ സച്ച് ദാറ്റ് പ്രോബിലിറ്റി ഓഫ് നോട്ട് E or നോട്ട് F തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് വെദർ E and F ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എടാ, മ്യൂച്വലി എക്സ്ക്ലൂസീവിന്റെ കണ്ടീഷൻ E and F ചെയ്താൽ 5 കിട്ടണം, ഇന്റർസെക്ഷൻ 5 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അവന്മാരുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. 2 ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകാനുള്ള കണ്ടീഷൻ അവരുടെ ഇന്റർസെക്ഷൻ 5 ആയിരിക്കണം. അപ്പോൾ ഇന്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി എടുത്താൽ 0 കിട്ടണം. അപ്പോൾ അതാണോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രം എളുപ്പമാണ്. കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് നോട്ട് E or നോട്ട് F എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് നോട്ട് E or എന്ന് പറഞ്ഞാൽ യൂണിയൻ നോട്ട് F, അപ്പോൾ F കോംപ്ലിമെന്റ്. ഇതിനെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ ഡിമോർഗസ് ലാ വെച്ച് നമുക്ക് യൂണിയനെ നമുക്ക് തിരിച്ചിടാം. എന്താണ് പ്രോബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഈസ് നത്തിങ് ബട്ട് ആരാണ്, 1 - P of E ഇന്റർസെക്ഷൻ F എന്ന് എഴുതാം ഇയാളെ. കാരണം ഒരാളുടെ ഹോൾ കോംപ്ലിമെന്റ് 1 - എന്ന് എഴുതാലോ. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് നോട്ട് E or നോട്ട് F 0.25 എന്ന് പറഞ്ഞാൽ ഇയാളുടെ വാല്യൂ 0.25 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇയാൾ ഇപ്പുറത്തൊന്ന് ഇയാൾ അപ്പുറത്തോ ഇയാലോ, പ്രോബിലിറ്റി ഓഫ് E ഇന്റർസെക്ഷൻ F എന്ന് പറഞ്ഞാൽ എത്രയാവും, 1 - 0.25. അപ്പോൾ 0.75 എന്ന് കിട്ടും. പക്ഷെ
അവർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകണമെങ്കിൽ 0 കിട്ടണം ഇന്റർസെക്ഷൻ. നമുക്ക് ഇന്റർസെക്ഷൻ 0.75 എന്ന് കിട്ടും. അതുകൊണ്ട് ഇവന്മാർ എന്തല്ല, മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല. സ്റ്റേറ്റ് വെദർ ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. നോ, ദേ ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ക്ലിയർ? ആൻസറും കൂടി ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്വസ്റ്റ്യൻ ആണേ. പിന്നെ അഫ്കോഴ്സ് നമ്മളെ കാർഡ്സിന്റെ ഒരു ക്വസ്റ്റിനും ഡൈ ത്രോ ചെയ്യുന്ന ക്വസ്റ്റിന് ഒരു എക്സാമിനേഷൻ എഴുതുന്ന ക്വസ്റ്റിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിനേഷന് വരാം. നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തോളുക. ഇതിന്റെ കൂടെ പ്രൊവൈഡഡ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയുന്നു, ശ്രദ്ധിച്ചോളുക. റിലേഷൻ ഫംഗ്ഷനിലെ ഗ്രാഫ് നാളെ എല്ലാ ഗ്രാഫും നോക്കിയിട്ടേ പോകാവൂ. ട്രഗനോമെട്രിയിലെ സൈന് കോസ് ടാനിന്റെ ഗ്രാഫും സൈൻ എക്സ് കോസ് ടാൻ എക്സിന്റെ ഗ്രാഫും ഡൊമൈനും റേഞ്ചും നോക്കിയിട്ട് പോകണം. പിന്നെ ലിമിറ്റ്സിലെ എഫ് ഓഫ് എക്സ് തന്നിട്ട് 3x + 2, x <= 2x, x greater than 2 എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് x → 2 f of x കണ്ടുപിടിക്കാൻ പറയും. ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതിൽ തന്നെ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, അതും ചോദിക്കും. ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല, പക്ഷെ അത് ചോദിക്കും. പഠിച്ചോളുക, അത് പഠിക്കാതെ പോകരുത്. പിന്നെ ലിമിറ്റ്സിന്റെ ഞാൻ ഒരു ലൈവ് എടുത്തിട്ടുണ്ട്, അതിൽ ഡിസ്കസ് ചെയ്ത ലിമിറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ലിമിറ്റ്സിന്റെ നമ്മൾ മറ്റേ x⁻n - a⁻n/x - a ലിമിറ്റ് x → a ഇത് വെച്ച് ചെയ്യേണ്ട പ്രോബ്ലം നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഓക്കെ, ഇതിൽ ആഡ് ചെയ്യാത്ത ഇതിന്റെ ഡെറിവേറ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുത്തതാ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഇന്നലെ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നിങ്ങൾ പഠിച്ചോളുക. യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നാളെ വർക്കൗട്ട് ചെയ്തിട്ടേ പോകാവൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.